ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഓണത്തിനായിട്ടൊരു കൈപ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. അതിന് ഈ കൈപ്പയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ആണ് കേട്ടോ. അത് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ഉലുവയും കടുകും കൂടി പൊട്ടിച്ച് അതിലേക്ക് ആവശ്യമുള്ള വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർക്കാം. അതിന് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ചാറിനൊരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർത്തേക്കണേ, ഉലുവപ്പൊടിയല്ല. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് എണ്ണയുടെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് കായം പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കായം പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. കയ്പ്പൊന്നും ഇതിനില്ല. കൈപ്പയ്ക്കയ്ക്ക് അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ വിനീഗറും കൂടി ചേർത്തിട്ടുള്ള കാരണം ഒരു കയ്പ്പും ഇല്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.